അഞ്ചലുണ്ട്. പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് രേണുവും കുടുംബവും ഇവിടെ കാണിക്കുന്നത്. ആരോടാണ്? ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആളുടെ എതിരെയും അതേപോലെ സ്ഥലം കൊടുത്ത നോബിൾ എന്ന് പറയുന്ന അച്ഛനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റ് മോശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടു. ഈ രേണു സുധിയുടെ അച്ഛനും രേണു സുധിയും കൂടെ വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ രേണു സുധിയുടെ അച്ഛൻ ഭയങ്കര വിപ്ലവമാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനൊരു വീട് ആർക്കും വെച്ച് കൊടുക്കരുതേ, ജീവിതത്തിൽ ആർക്കും വെച്ച് കൊടുക്കരുതേ, ആ വീട് വെച്ച് തന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കണം, ഞങ്ങൾ വേണേൽ വീട്ടിൽ നിന്ന് പൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിത്തരാം, ആ ഒരു 5 വയസ്സുള്ള കുഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്, ഫിറോസ് വന്ന് നോക്കൂ എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഫിറോസിന് അതല്ല പണി, വീടും വെച്ച് തന്ന ആ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ അവശ്യ സാധനങ്ങളും എല്ലാം അറേഞ്ച് തന്നൊരു നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല വ്യക്തിത്വങ്ങൾ 2 പേരെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ളവരോട് ഇവർ ചോദിക്കുകയാണ്. എല്ലാം കിട്ടി, അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം കിട്ടിയിട്ടും സിമ്പതി പറഞ്ഞ് ഇതെല്ലാം വാങ്ങിയെടുത്തിട്ടും എന്നിട്ട് ഇവർ കാണിക്കുന്നൊരു പരിപാടി എന്താണ്? ഇതെല്ലാം വാങ്ങിയെടുത്തിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾക്കൊന്നും കിട്ടി